ഇന്ന് വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കൂമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലത്തെ തോടൊക്കെ പൊളിച്ച് മാറ്റി ഇതിന് മുറിച്ചിട്ട് എടുക്കാം. അങ്ങനെ അടുപ്പിൽ ചട്ടി വെച്ച് കടുകിട്ടു, വറ്റൽമുളകും പൊട്ടിച്ച്, പിന്നാലെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2 പച്ചമുളകും അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെക്കാം. ഒരു പാകത്തിന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങയും ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയിട്ട് വീണ്ടും നന്നായി അത് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് കറക്റ്റായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വാഴച്ചുണ്ട് തോരൻ തയ്യാറായി. അപ്പോൾ ഉച്ചയൂണിന് മട്ടയരിച്ചോറും അയില മാങ്ങ ഇട്ട് വെച്ച കറിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ പാർട്സ് വരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ പാർട്സും നമ്മുടെ സ്പെഷ്യൽ വാഴച്ചുണ്ട് തോരനും. ഇന്നത്തെ ഊണ് ഇതായിരുന്നു. ഈ വാഴച്ചുണ്ട് എന്ന് ഞങ്ങളുടെ നാട്ടിലൊന്നും പറയില്ല, വാഴക്കൂമ്പ് എന്നാണ് പറയുക. അപ്പോൾ വാഴച്ചുണ്ട് എന്ന് പറയുന്ന ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.